എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മെയ് 31 കൂടിയിട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചിരിക്കുകയാണ്. ജൂൺ 1 മുതൽ VBG റാംജി പദ്ധതി അഥവാ വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒന്നാം UPA സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരവധി പേർക്ക് ആശ്വാസമായിരുന്നു. ഈ പദ്ധതിയിൽ 100 ദിവസത്തെ തൊഴിലായിരുന്നു ലഭിച്ചിരുന്നത്. ഈ പദ്ധതി ഉടച്ചു വാർക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നേരത്തെ ഇത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള ഫണ്ടോട് കൂടിയുള്ള പദ്ധതിയായിരുന്നു എങ്കിൽ ഇനി ഇത് കേന്ദ്രാവിഷ്ഠിത പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുക. അതായത് ഏകദേശം പകുതിയോളം 60%, 40% എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഫണ്ട് എടുക്കണം. പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാവിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് VBG റാംജി പദ്ധതി ആവിഷ്കരിക്കുന്നത്. സാധാരണഗതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പല ജോലികളും ഇനി ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ബണ്ട് നിർമ്മാണം, സ്വകാര്യ മേഖലയിലെ കൃഷി തുടങ്ങിയവ ഒന്നും ഇനി പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തില്ല. പകരം സാധാരണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പണികളായിരിക്കും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഇത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ ഭവന നിർമ്മാണ പദ്ധതി പോലുള്ളവർക്ക് ലഭിച്ചിരുന്ന തൊഴിലുകളും ഇനി ഉണ്ടാകില്ല. തൊഴിലുറപ്പിലൂടെ ലഭിച്ചിരുന്ന അധിക തൊഴിലുകളും ഇനി ഉണ്ടാകില്ല. പദ്ധതിയുടെ 60% മാത്രമാണ് ഇനി കേന്ദ്രം ഫണ്ടായി നൽകുക. 40% സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. നടത്തിപ്പ് രീതിയിലും മാറ്റമുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് തൊഴിലാളികൾ ആവശ്യപ്പെടുമ്പോൾ തൊഴിൽ നൽകുന്നതിന് പകരം നിശ്ചയിക്കുന്ന പരിധിക്ക് വിധേയമായിക്കൊണ്ട് ജോലി സപ്ലൈ അധിഷ്ഠിത സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും ജൂൺ മാസം മുതൽ പദ്ധതി നടപ്പിലാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇതുവരെ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. നിലവിൽ തൊഴിലുറപ്പ് ജോലിയുടെ കാർഡുള്ളവർക്ക്, ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ വീണ്ടും തുറന്നു പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാർഡുകൾ എടുക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉടനെ അറിയിപ്പ് ലഭിക്കും. അപ്പോഴെല്ലാം വീഡിയോകളിലൂടെ കൃത്യമായി വിവരങ്ങൾ നൽകുന്നതുമാണ്. അപ്പോൾ പദ്ധതി മാറുകയാണ്. നേരത്തെ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ ബോഡി തീരുമാനിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുകയും ഏത് ജോലി എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു എങ്കിൽ ഇനി അതെല്ലാം കേന്ദ്രം തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ്. 125 ദിവസത്തെ അധിക തൊഴിൽ ദിനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അത് എവിടേക്ക് നടപ്പിലാക്കണം എന്നുള്ളത് നമ്മളെ തദ്ദേശ സ്ഥാപനത്തിനോ തദ്ദേശ വകുപ്പിനോ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.